ഇനി അതിന്റെ സയന്റിഫിക് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വിഡ്ഢിയായി ഈ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ഒരു വിഡ്ഢികളായ നരേന്ദ്രമോദി, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാവരും വിഡ്ഢിയായിക്കൊണ്ട് മെഡിക്കൽ സെക്ടർ എന്നുള്ള ഒരു ബുദ്ധിഹീനതയെ വിഡ്ഢിയായിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ അവർ ഭാവിയിൽ ഒരു കുഞ്ഞല്ലാത്ത രീതിയിൽ വെറും മച്ചിപ്പശു ആക്കുന്ന രീതിയിൽ. ഓക്കെ, അതായത് കുഞ്ഞില്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ എല്ലാ കുട്ടികളും പ്രഗ്നന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പിടിക്കുന്നില്ല. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ കഴിഞ്ഞു. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ പറയുന്ന ഇറാനിലും ഇസ്രയേലിലും ലോകം മൊത്തം യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യനെ അവർ വെറുതെ വിട്ടെന്ന് ഓർത്തിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയിൽ പക്ഷെ അവർക്ക് ഭയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഡ്ഢിയായ അപ്പൂപ്പനല്ല. അപ്പൂപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽച്ചൊട്ടി കിടക്കുന്ന വെറും പട്ടിയാണ്. ഓക്കെ, നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഇവിടുത്തെ സിനിമാ നടന്മാരാണെങ്കിലും ഇവിടുത്തെ മീഡിയസ് ആണെങ്കിലും എല്ലാം വെറും പട്ടികളാണ് അവർക്ക്. ഓക്കെ, അതായത് ആ ഒരു ബാലി അല്ലെ, സാത്താന് പട്ടികളാണ്. അപ്പോൾ അവർ ഈ പറയുന്ന സ്പോർട്സ് ആൾക്കാരും സിനിമാ നടന്മാരെല്ലാം. അപ്പോൾ ആ പട്ടികളെ വെച്ചുകൊണ്ട് ഇവിടുത്തെ മെജോറിറ്റി ആയുള്ള പബ്ലിക്കിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവരിപ്പോൾ ഏറ്റവും രീതിയിൽ എക്സ്ട്രീം എത്തി. ഇതെല്ലാം ആ ഒരു എപ്സിൻ ഫയലിലെല്ലാം ഓൾറെഡി അവർ എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ. അതിന്റെ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഏതൊരു ഡോക്ടർമാർക്കും വിഡ്ഢികൾക്കൊന്നും മനസ്സിലായില്ല. കാരണം ആ വിഡ്ഢികൾ ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെറും അടിമകളാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്ററിന്റെ നോളജോടെ അതോടൊപ്പം തന്നെ വേദങ്ങളുടെ ജ്ഞാനത്തിലൂടെയും എന്റെ ഗുരുദേവന്റെ ജ്ഞാനത്തിലൂടെയും കിട്ടിയതാണ്. ഓക്കെ, ധർമ്മം സർവത്ര വിജയ്. അപ്പോൾ അതിന്റെ സമയം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ശരീരം എന്ന് വെച്ചത് ഹ്യൂമൻ ബോഡി, മൈൻഡ്, ബയോ മാഗ്നറ്റിസം, ലൈഫ് ഫോഴ്സ്, സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്, ഈ 5 വെച്ചിട്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, വേദങ്ങൾ വെച്ച് പറയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം: ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അപ്പോൾ ഇതെല്ലാം പൊല്യൂട്ടഡ് ആയപ്പോൾ ശരീരം ഓൾറെഡി പൊല്യൂട്ടഡ് ആയി. ഓക്കെ, പ്രാണവായുവിൽ വിഷം, കുടിക്കുന്ന വെള്ളത്തിൽ വിഷം, കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്കൊന്നും പോകില്ല. ഇനി അവർ ചെയ്യാൻ പോകുന്നത് സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ലിക്വിഡ്. അപ്പോൾ ആ ഒരു ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ ആ ഒരു തലച്ചോറിൽ പീനിയൽ ഗ്ലാൻഡിലാണ് അതുള്ളത്. ഓക്കെ, കുഞ്ഞിന് അതായത് ഒരു ജെമ്മാണ്, അത് രത്നക്കല്ലാണ്. അതായത് നമ്മുടെ കോൺഷ്യസ് ലെവല് ഉയർത്താനുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന വിഡ്ഢികളായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വിഡ്ഢിയായിട്ട് നടക്കുന്നത് നിങ്ങളുടെ അത് കോൺഷ്യസ് ഉയർന്നിട്ടില്ല. പക്ഷെ എന്റെ ഉണർന്നിട്ടുണ്ട്. കാരണം ഞാൻ കുടിക്കുന്നത് ക്ലോറിൻ അടങ്ങിയ വെള്ളമല്ല, ഞാൻ ശ്വസിക്കുന്നത് വിഷമല്ല, ഞാൻ കഴിക്കുന്നത് വിഷമല്ല. അതോടൊപ്പം തന്നെ ഞാൻ യോഗ, മെഡിറ്റേഷൻ 3 മണിക്കൂറാണ് ഞാൻ ഒരു ദിവസം യോഗക്കും മെഡിറ്റേഷനും വേണ്ടി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ വേദങ്ങളുടെ അറിവ് എനിക്കുണ്ട്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല. ഈ 14-ാം വയസ്സിലാണ് തലച്ചോറിന് പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് ആ ഒരു സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്, ആ ഒരു പുബേർട്ടി ആവുന്ന സമയത്ത് പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ അവരുടെ ജെനറ്റിക് സെന്ററിലേക്ക് പോകുന്നത്, ആ ഒരു ജ്ഞാനേന്ദ്രയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു വാക്സിൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം, ഓക്കെ, ആ ഒരു വാക്സിൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുണ്ടാവില്ല. അത് ഏറ്റവും ഹൈ ആയിട്ട് അവർ ചെയ്ത കാര്യം. ആ കൊറോണ വൈറസിനുള്ള വെച്ചതും നമുക്ക് ഈ ഒരു കയ്യിലുള്ള പാടും ഇതെല്ലാം അതിന്റെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ആണുങ്ങൾക്ക് ഈ പറയുന്ന എളുപ്പമാണ്. മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ഈ പറയുന്ന സിഗരറ്റിലൂടെയും അതോടൊപ്പം തന്നെ ഫോൺ റേഡിയേഷൻ. ഞാൻ മൊബൈൽ ഫോൺ ഒരിക്കലും എന്റെ പോക്കറ്റ് ഇടാറില്ല. ഓക്കെ, പക്ഷെ നിങ്ങളെല്ലാം ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളുടെ സെമൻ ക്വാണ്ടിറ്റിയും പോയി. അതോടൊപ്പം തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ സൂയിസ് എല്ലാം വരുന്നു അല്ലെ, ക്ലോറിനും ഫ്ലൂറൈഡും. അതോടൊപ്പം തന്നെ വേറെയും വിഷം അവർ കലർത്തുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാകുമ്പോൾ ആണുങ്ങൾക്കും ആ സ്പെം ക്വാണ്ടിറ്റി പോകും, പെണ്ണുങ്ങളുടെ ഈ പറയുന്ന ആ ഒരു ജെനറ്റിക്കലിയുള്ള ആ ഒരു ഗർഭം പിടിക്കാനുള്ള അവസ്ഥയും പോകും. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പദ്ധതി. ഓക്കെ, ഇതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് വ്യക്തമാക്കാൻ പറ്റും, പക്ഷെ അത് വീഡിയോയിൽ തികയില്ല. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുക, ഏറ്റവും ഡേഞ്ചർ എത്തിക്കഴിഞ്ഞു.